അരവിന്ദ്, അരവിന്ദ്, ഡാ അരവിന്ദ്. ബാഗെല്ലാം ഇതിൽ വെച്ചിട്ട് നീ പോയി ദിവ്യെ വിളിച്ചിട്ട് വാ. എടാ, ഈ കാറിൻ്റെ പിന്നാലെ നായ ഓടുന്നു കണ്ടിട്ടില്ലേ? ആ നായയ്ക്ക് കാറിനെ പിടിക്കാനും പറ്റില്ല, അഥവാ പിടിച്ചാൽ അത് ഓടിക്കാനും അറിയില്ല. അതുപോലെ നിന്റെ കാര്യം വേണ്ടടാ, വിട്ടേക്ക്. എന്ത് വിട്ടേക്കാൻ? അന്ന് എന്നെ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിട്ടല്ലേ ഞാൻ. അപ്പൊ അവളെ ആർക്കും വിട്ടുകൊടുക്കരുത്, അവളെ തിരിച്ചു വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഇപ്പൊ നായ കാറിന്റെ പുറകെ ഓടുന്നു, നായക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഡയലോഗ് അടിക്കുന്നു. ഡേ, ഒന്നിരിക്കടാ, ഇരിക്ക്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഡാ, ഇഷ്ടപ്പെട്ടവർ നഷ്ടപ്പെടുന്നത് വേദനയുള്ള കാര്യം തന്നെയാ. എന്നാൽ പോകാൻ നിൽക്കുന്നവരെ പിടിച്ചു നിർത്തുക എന്നത് അതിനേക്കാൾ വേദനയുള്ള കാര്യമാടാ. എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും എന്നെ വിട്ട് പോകുമെന്നായിരിക്കും. പെറ്റമ്മ പോലും എന്നെ കളഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് ഓടിപ്പോയില്ലേ. പിന്നെയാണ് ഇവിടെ. മിണ്ടിപ്പോരുത്. നിന്റെ അമ്മയെ പറ്റി ആരും എന്ത് വേണേ പറഞ്ഞോട്ടെ, പക്ഷെ നീ പറയാൻ പാടില്ല. അവള് പോയതിന്റെ കാരണം തന്നെ നീയാ. നിനക്കന്ന് 3 വയസ്സ്. നിന്നെ എല്ലാ ആമ്പിളരെ പോലെ തന്നെ താലോലിച്ച് വളർത്തി. അവൾക്ക് നീ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. കയ്യിൽ നിന്ന് നിലത്ത് വെക്കാതെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വെക്കും. അവള് നല്ലവളാ, പാവം. നമ്മളെ രണ്ടുപേരെയും നോക്കി അവളെ നമുക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഒന്ന് തലചുറ്റി വീണതാ. അതായിരുന്നു ആ രോഗത്തിന്റെ തുടക്കം. അമ്മയുടെ ചെല്ലക്കുട്ടിയായിരുന്നില്ലേ നീ? അവള് മരിക്കുന്നത് കണ്ടാൽ നിന്റെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി അങ്ങനെ ഒരു വിധി എന്റെ കുട്ടിക്ക് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടായിരിക്കണം ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് എവിടേക്കോ പോയത്. അതൊന്നും നിനക്കറിയില്ലല്ലോ. എന്റെ മനസ്സിൽ അവൾ ഇന്നും ജീവനോടെ ഉണ്ടടാ. നിന്നെ ഇതൊന്നും അറിയിക്കാതെ എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. നീ എന്താ ചോദിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് നോക്ക്. നിന്റെ അമ്മയെ എപ്പോഴും ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൾ ഇന്നില്ലല്ലോ. എന്തു ചെയ്യും? ജീവിതം ആർക്കു വേണ്ടി നിൽക്കില്ല അരവിന്ദ്. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനെ ദുഃഖമാക്കുന്നതും സന്തോഷമാക്കുന്നതും നമ്മൾ തന്നെയാണ്. ശങ്കരി എന്നുള്ളതൊരു താൽക്കാലിക സന്തോഷം. ഒരുത്തി നിന്നെ വിട്ടുപോയെന്ന് കരുതി നിന്റെ ലൈഫ് അവിടെ കൊണ്ട് തീർന്നു എന്നാണോ? അരവിന്ദ്, ജീവിതം വെറുതെ ജീവിക്കാനല്ല, ആഘോഷിക്കാനാണ്. നീയൊന്ന് ആഘോഷിച്ച് നോക്ക്. എന്നെ തേടി വന്ന വെള്ളത്താമര എന്റെ ഉള്ളിൽ കേറിപ്പൂത്തു. നിന്നോമൽ തിരുവുടൽ മുന്നിൽ കണ്ടു ഞാൻ. സ്വന്തം ബാലൻസ് തെറ്റിപ്പോയോ? ഒരു മിഴിയമ്പിലെ കരൾ കവർന്നിടാനീ എന്നേക്കുമാ
മോക്ഷം 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 നിന്ദിനവിരുന്നാൽ മോക്ഷം ഫ്രീ ആയിട്ടല്ലല്ലോ തരുന്നത്. കാശ് വന്നിട്ടില്ലേ? എടുത്തോണ്ട് പോടെ സോറി ഇവിടുന്ന്. മാഡം, ഞാൻ വേറെ എടുത്തിട്ട് വരാം. ഞാൻ വല്ലാതെ നെർവസ് ആവുന്നു അർജുൻ. അമ്മ, അച്ഛ, ദിവ്യ. നമസ്കാരം. ഹാ, ദിവ്യ. ഒന്ന് നോക്കട്ടെ. ഞാൻ വിചാരിച്ചതിനേക്കാൾ സുന്ദരിയാണ് നീ. ഇരിക്കും മോളെ. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കിതുവരെ ഇവനെ വല്ല വെള്ളക്കാരി പെണ്ണുങ്ങളും തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ഭയമായിരുന്നു. എന്നാ നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് സമാധാനായി. നോക്ക്, എന്തൊരു ഐശ്വര്യാണ്. നല്ല കുലീനത്വം ഉണ്ട്. താങ്ക്സ് ആന്റി, നിങ്ങളും സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അമ്മ, നിങ്ങൾ ശരി സംസാരിച്ചിരിക്കുക. ശരി ശരി. ഹലോ. അപ്പോ കല്യാണത്തിന് മുന്നേ ഊര് ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണോ? അവനൊരു പാവം. ഞാൻ തിരിച്ചു വിളിക്കാം. നിനക്കെന്ത് സംഭവിക്കാനാ? ഒരു നാണമില്ലാതെ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചേക്കല്ലേ? നിനക്കൊരു ഉടുപ്പൂലല്ലോടി പെണ്ണേ. എക്സ്ക്യൂസ് മീ മാഡം, സൂപ്പ്. വച്ചിട്ട് പോ. ഹാ ശരി, എന്തായാലും അവന്റെ ആഗ്രഹമല്ലേ. കല്യാണം എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നേ? അതോ എല്ലാം നേരത്തെ കഴിഞ്ഞോ? അമ്മ, കല്യാണം ചെറിയ രീതിയിൽ ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രം വിളിച്ച് നടത്താനാ ഉദ്ദേശിക്കുന്നത്. ഓ, കല്യാണമൊക്കെ നിന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നടത്തി പരിചയമുണ്ടല്ലോ. അതുകൊണ്ടാ നീ ഇതിനെ ചെറുതായിട്ട് കാണുന്നേ. എന്നാ എന്റെ മകൻ അങ്ങനെയല്ലല്ലോ. അവനിത് ഫസ്റ്റ് ടൈം. ഞങ്ങളൊക്കെ കല്യാണം എന്ന് പറയണത് ഒരു തവണയെ കഴിക്കാറുള്ളൂ മോളെ. അവൻ ചെറിയ പ്രായത്തിൽ ഉപയോഗിച്ച സൈക്കിള് മുതൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ഓഡി കാർ വരെയും എല്ലാം ബ്രാൻഡ് ന്യൂ. എന്ന് വെച്ചാ ഫസ്റ്റ് ഹാൻഡ്. ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തിയിരിക്കുന്നു. അരവിന്ദ്, നീ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? എന്താ മാമ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നാ മതിയോ? എടാ മൊണ്ണേ, ഇങ്ങനെ മൊട്ടയടിച്ചിരുന്ന് തലയാട്ടി ജീവിക്കാനാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് അല്ല, 10ാമത്തെ ഹാൻഡിന്റെ കൂടെ ആണെങ്കിലും വാലുവാട്ടി സന്തോഷത്തോടെ ജീവിക്കാം. അയ്യോ, എന്തു പറ്റി? നല്ല ചിരിച്ച മുഖമായിരുന്നില്ലേ? ഇതില് തുപ്പിയിട്ടതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുപ്പിയത് ഓക്കെ. ഈ സൂപ്പില് ഉള്ളിലുള്ള ഷെഫ് ചിലപ്പോ തുപ്പിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിലില്ലേ, അവനും ചിലപ്പോ തുപ്പിയിട്ടുണ്ടാവും. പക്ഷെ ആ സൂപ്പ് നോക്കി, ബ്രാൻഡ് ന്യൂ ആയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലുണ്ട്. എല്ലാം നമ്മുടെ മനസ്സിന്റെ പൊരുത്തം പോലെ ഇരിക്കും. എല്ലാവരെയും ഒരുപോലെ കാണരുത്, മനസ്സിലായോ? ആ മാമ, പിന്നൊരു കാര്യം, നിങ്ങളിപ്പോ കുടിക്കുന്ന സൂപ്പില്ലേ, അതിനെത്ര പഴക്കമുണ്ടെന്നറിയോ? വാ, കാണിച്ചു തരാം. നിങ്ങളുടെ മകനെയും വീടിനെയും സന്തോഷമായി നോക്കേണ്ട ഒരു പെണ്ണായിട്ടാണ് നിങ്ങൾ എന്നെ കാണേണ്ടത്. അല്ലാതെ നിങ്ങളുടെ താളത്തിനൊത്ത് വാലാട്ടുന്ന പട്ടിയെ പോലെ കാണരുത്. അങ്ങനെയാണ് ഞാൻ ആവേണ്ടതെങ്കിൽ I'm so sorry. ഈ പട്ടിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ആ കഴുത്തിന് തന്നെ കടിക്കും. Cheer up. എന്താ നിന്നെ മറന്നെന്ന് വിചാരിച്ചതല്ലേ?
കൊല്ലല്ലേ? എന്തിനാ എന്റെ മനസ്സിലിരുന്ന് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്? അർജുൻ, പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ നീ എന്താ ചെയ്യുന്നേ? വാട്ട്സ് റോങ് വിത്ത് യു? ദിവ്യ, ലൈഫിലധികം കണക്കൂട്ടലുകളൊന്നും വെക്കരുത് ദിവ്യ. ചെറുപ്പത്തിലും നിന്റെ മനസ്സിൽ നീ കല്യാണം കഴിക്കാൻ പോകുന്നവൻ ഇങ്ങനെ ആയിരിക്കണമെന്നൊരു ആശയം ഉണ്ടായിരുന്നില്ലേ? അതായി ഞാൻ. നീയും ഞാനും തമ്മിൽ കാണുമ്പോൾ എല്ലാവർക്കും നല്ല ചേർച്ചയായി തോന്നും. എന്നാൽ റിയൽ ലൈഫിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അരവിന്ദ്. അവനെയാ നീ ലവ് ചെയ്യേണ്ടത്. സോ നിന്റെ ലൈഫിൽ ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇനി ആ കൺഫ്യൂഷൻ വേണ്ട. ഇല്ലെങ്കിൽ ഇതുപോലെ ടോയ്ലറ്റിൽ വന്ന് കുട്ടികളെ പോലെ ഇനിയും കരയേണ്ടി വരും. എന്താ ബ്രദർ, ഇരുട്ടുന്നതിന് മുമ്പ് തുടങ്ങിയാ? നിന്നിപ്പോ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു. കുഴപ്പമില്ല, അടിച്ചങ്ങ് മാറിക്കോളും. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദേ ഇവനൊരുത്തനാ. സന്തോഷത്തില്, ദുഃഖത്തില്, മരണത്തില് ദേ നീ ചത്താലും കൂടെ ഉണ്ടാവും. ഇന്ന് നീ തീരുമാനിക്കും നിനക്ക് ബിയർ വേണോ ഹോട്ട് വേണോ എന്നുള്ളത്. പിന്നെ നീ കണ്ണടച്ച് എടുക്കുന്നത് മുഴുവൻ ബോട്ടിലായിരിക്കും. കുടിയന്മാരുടെ കോൺസെപ്റ്റ് നീ എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. എന്റെ വക ഈ ടച്ചിങ് ഫ്രീ കണ്ടില്ലേ? ഹലോ ബ്രദർ, ഇത് നിങ്ങൾ എടുത്തോണ്ട് പോ. നിന്റെ അടുത്ത് നിന്നൊക്കെ അഡ്വൈസ് കേൾക്കേണ്ട അവസരം വന്നില്ല എനിക്ക്. ഓ പിന്നെ അതാലോചിച്ചിട്ട് ഞാൻ പോകുന്നതാ നിനക്ക് നല്ലത്, എനിക്ക് നല്ലത്. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കടാ, കുറച്ച് കഴിയുമ്പോ വന്നോളൂ. എന്റെ നെഗറ്റീവ്സ് എനിക്ക് മനസ്സിലായി. ഇഷ്ടം തോന്നുമ്പോ വരും, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. വേറൊരു തന്നെ കല്യാണം കഴിച്ചാൽ നീ ഏത് കവളെ കിസ് ചെയ്യിപ്പിക്കുമെന്ന് എന്നോട് നിനക്ക് ചോദിക്കാൻ തോന്നുന്നില്ലേ? നീ ഇപ്പൊ നന്നായില്ലേ? തീർച്ചയായിട്ടും. എന്നാ ഞാൻ അത്രയും ഡീസന്റ് ആയിട്ടൊന്നുമില്ല. എന്തു പറ്റി? ഫോറിൻ ഹസ്ബൻഡ് ഓടിച്ചിട്ടോ? അദ്ദേഹം എന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് മനസ്സിലാക്കി തന്നു. നീ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയി. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടേ ഇല്ല. ഞാൻ ലീഗലായി ഇപ്പോഴും നിന്റെ ഭാര്യയാണ് അരവിന്ദ്. കാഴ്ചകളിലല്ല നീ രചിച്ച പ്രേമ ചിത്രങ്ങൾ യോഗവിധിയെന്ന് ഇല്ല ദിവ്യ, എന്താണെന്നറിയില്ല, എനിക്ക് പറ്റുന്നില്ല. നിന്നെ എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്ന് ഒരുപാട് തലപോയി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നാ നീ എന്നെ വിട്ടുപോയപ്പോ എന്റെ ഉള്ളിൽ എന്തോ ഉടഞ്ഞുപോയി. മാറിപ്പോയി ഞാൻ. വേറെ എന്തോ ഫീല് തോന്നുന്നു ദിവ്യ. ഈ ഫീലിംഗ് എപ്പോ വന്നെന്ന് എനിക്കറിയില്ല, ഇനി മാറുമെന്ന് കൂടി അറിയില്ല. തീർച്ചയായിട്ടും മാറും. എത്ര നാളായാലും എന്തൊക്കെ ആയാലും നിന്നോട് എന്നും ഞാൻ കാണും അരവിന്ദ്. ഞാൻ നിന്റേത് മാത്രമാണ് അരവിന്ദ്. നീ മറഞ്ഞെന്നോ എന്നെ തേടി തേടി വരുവാ. നീ മറഞ്ഞെന്നോ നിന്നെ തേടി തേടി വരുവാ. നിന്നരുകിൽ ഞാനിരുന്നാ
എന്നായുസ് നീളുമെടി